നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഓൺലൈനിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. കാരണം ഈ ആളുകൾക്ക് ഒരു ഫിസിക്കൽ പ്രസൻസിൽ തട്ടിപ്പ് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടായിരിക്കാം വെർച്വൽ വേൾഡിലാണ് കൂടുതലും തട്ടിപ്പ് നടക്കുന്നത്. അത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്ന രണ്ട് മേഖലകളാണ്, ഒന്ന് OLX മറ്റൊന്ന് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസും. ഇതിൽ തന്നെ OLX എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ്. നിങ്ങളൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് OLXൽ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ മോഡലും തിരഞ്ഞു നോക്കുക. അതായത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും ഈ ഫോണിന് എന്താണ് വില, അതായത് മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ ഒരു വില, പ്രൈസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അതിൽ നിന്നും അതിൻ്റെ പകുതിയായിട്ട് ഉള്ളൊരു വിലയുമായിട്ട് ഇഷ്ടംപോലെ പരസ്യങ്ങൾ, അത്തരം പകുതി വിലയിൽ വിൽക്കുന്ന തരത്തിൽ ഇഷ്ടംപോലെ പരസ്യങ്ങൾ കാണാം. ഇപ്പോൾ ഒരു 15 Pro Maxന് ഒരു 60,000 രൂപയാണ് മാർക്കറ്റിലെ പ്രൈസ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു 256 GB 15 Pro Maxന് അതൊരു 25,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പരസ്യങ്ങൾ നിങ്ങൾക്ക് OLXൽ കാണാൻ പറ്റും. ഒരു പക്ഷേ ഒറിജിനൽ പരസ്യങ്ങളെക്കാൾ, അതായത് ഒറിജിനൽ വിലയിട്ട പരസ്യങ്ങളെക്കാൾ പരസ്യങ്ങൾ ഈ പറയുന്ന 25,000-നും 30,000-നും താഴെയുള്ള ഒരു വിലയ്ക്ക് ഇത് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. പണ്ടൊക്കെ ആളുകൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എന്താ ചെയ്ത് വെച്ചിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതേ 15 Pro Max തന്നെയാണ് അവർ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പുകാരിടുന്ന വില എന്ന് പറയുന്നത് ചിലപ്പോൾ 5,000-6,000 ഒക്കെ ആയിരിക്കും. അപ്പോൾ രണ്ട് കൂട്ടം ആളുകളാണ്. ഒന്ന് പറ്റ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഈ 5,000 രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇതിന് തലവെക്കുന്നവരുണ്ട്. പക്ഷെ കുറച്ചൊരു മൂളയുള്ള ആളുകൾ എന്ത് വിചാരിക്കും, 5,000 രൂപയ്ക്ക് ഈ സാധനം ഒരിക്കലും കിട്ടില്ല. കാരണം ഈ സാധനം 5,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തന്നെ ഏതെങ്കിലും അപ്പുറത്തെ കടയിൽ കൊണ്ട് കൊടുത്താൽ ഈസി ആയിട്ട് 40,000 രൂപ കിട്ടുന്നൊരു സാധനം 5,000 OLXൽ ഇട്ട് കഷ്ടപ്പെട്ട് പരസ്യമൊക്കെ റൺ ചെയ്ത് വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ ഇത് വിട്ടുകളയും. ഈ 5,000-ന് ഇതെങ്ങാനും ഇനി എങ്ങനെ കിട്ടിയാലോ, ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഈ 5,000-ലും പെടും. ഇതിങ്ങനെ എണ്ണം കുറഞ്ഞു, അതായത് ആളുകൾക്ക് ബുദ്ധിയുണ്ട് എന്നുള്ള രീതിക്ക് ഇത് ഈ 5,000-ൻ്റെ ടാർഗറ്റിൽ ഇത് വീഴുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആളുകൾ നൈസായിട്ട് ഈ പ്രൈസ് ഒന്ന് കൂട്ടിയിടാൻ തീരുമാനിച്ചത്. അതായത് ഒരു 25,000 30,000 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ പ്രൈസിനോളം മാർക്കറ്റ് പ്രൈസിനോളം എത്തിയില്ലെങ്കിലും ഇതൊരു മാന്യമായ തുകയാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിക്ക് എത്തും. അപ്പോൾ ഇതിലേക്ക് കൂടുതലും പേര് അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം OLXൽ ഇതുപോലൊരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം കണ്ടു. അതായത് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന ആളുമായിട്ട് സംസാരിച്ച സമയത്ത് നമ്മൾ ഈ പൈസ 5,000 രൂപ കൊടുക്കേണ്ട, അല്ലെങ്കിൽ 5,000 അല്ല 25,000 രൂപ എന്ന് പറയുന്ന വില ഇട്ടിട്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പോയിന്റിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കാമേഴ്സ് മൊത്തം തന്നെയും ആളുകളെ കൺവിൻസ് ചെയ്യുന്ന പോയിന്റ് അതാണ്. അവർ പറയുന്നത് ഈ 25,000-ൽ ഒരു ചെറിയ തുക മാത്രം കൊടുത്തിട്ട് ബാക്കി തുക ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്ന് പോലും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ. അതായത് ഇതെങ്ങാനും കിട്ടിയില്ലെങ്കിലോ, ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു സാധനം കയ്യിൽ വരുമ്പോഴെങ്കിലും പൈസ കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഈ വലിയ പ്ലാറ്റ്ഫോമുകളെ പോലും പൂർണ്ണമായിട്ട് നമ്പാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതൊരു തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് COD തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ കയ്യിലൊരു സാധനമെങ്കിലും വരും. ഇനി അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഒന്നും കിട്ടാതെ നമ്മൾ ഒരാളുടെ കയ്യിൽ പൈസ കൊടുത്ത് ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതേപോലെ ഉള്ളൊരു ട്രസ്റ്റാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതായത് നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് ഫോൺ കിട്ടും, നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പൈസ കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഇവരൊരു കാര്യം കൂടെ പറയും. ചിലപ്പോൾ 4,000 രൂപ 3,000 രൂപ, ചിലപ്പോൾ 1,500 രൂപ, നമുക്ക് വലിയ പ്രശ്നമല്ലാത്ത ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് അഡ്വാൻസ് ചെയ്യണമെന്ന് അവർ പറയും. ഈ ഒരു അഡ്വാൻസ് തുകയ്ക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ കൺവിൻസ് ചെയ്യും. അവർ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത്, അവരവിടുന്ന് അത്രയും തുകയ്ക്കുള്ള ഒരു സാധനം നമ്മളെ വിശ്വസിച്ച് അയക്കുന്നു. നമ്മളത് കൈപ്പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊരു നഷ്ടമാണ്. അല്ലെങ്കിൽ അത്രയും സാധനം, വില കൂടിയൊരു സാധനം സെക്യൂർഡായിട്ട് വരുന്നതിൻ്റെ റിസ്ക്കുകളൊക്കെ അവരെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു 3,000 രൂപ തരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 25,000-നോ അല്ലെങ്കിൽ 30,000-നോ 15 Pro Max പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാർ അത് അയച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട അനുഭവത്തിൽ തന്നെയും അയാൾ പറയുന്നതാണ്, അയാൾ 4,000 രൂപയാണ് അയച്ചു കൊടുത്തത് ഈ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ 4,000 അയച്ചു കൊടുക്കുന്നത് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ട് നമ്പറിലേക്കല്ല, ഏതോ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അയാളുടെ ഫോൺ നമ്പറും UPID QR കോഡും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്കാമർ സമീപിക്കുന്നത്. ഇതുപോലെ തന്നെ സാധനം അയച്ചു കൊടുക്കുന്ന ഈ 4,000 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് പിന്നീട് പൈസയൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ കൊറിയർ ട്രാക്ക് ചെയ്യുന്ന സമയത്ത്, കൊറിയർ ട്രാക്കിംഗ് നമ്പർ അയച്ചു കൊടുത്ത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം കൊറിയർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ പിന്നീട്, അതായത് വാങ്ങിയ പുള്ളിക്കാരൻ പിന്നീട് കിട്ടിയിട്ടുള്ള, അതായത് ഇവർ തമ്മിൽ കോൺടാക്ട് നടന്നിട്ടുള്ള വാട്സപ്പ് മെസ്സേജിലൊക്കെ അയക്കുന്ന സമയത്ത് അവിടുന്ന് റെസ്പോൺസ് ഒന്നും കിട്ടാതായപ്പോൾ അവസാനം ഇയാൾ ഗതി കേട്ടിട്ട് ഈ പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സിസ്റ്ററുടെ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ഒരു പെൺകുട്ടിയുടെ നമ്പറും അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസും QR കോഡൊക്കെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ച സമയത്താണ് അറിയുന്നത് ഇങ്ങനൊരു ആങ്ങളെയും പെങ്ങളും ബന്ധമൊന്നുമല്ല ഇവർ തമ്മിലുള്ളത്. ഇതേ വ്യക്തി, അതായത് ഈ പെൺകുട്ടിയും ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് അവർക്കിടയിൽ നടന്നിട്ടുള്ള കഥ എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണ് ഈ കുട്ടിയുടെ അക്കൗണ്ട് ഇതിൽ വന്നത് എന്നറിയില്ല. അപ്പോൾ ഈ കുട്ടിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കും, അതായത് ഈ പെൺകുട്ടിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് ഈ പെൺകുട്ടി എവിടുന്നോ 4000 രൂപ ഒപ്പിച്ചിട്ട് ഇയാൾക്ക് തിരിച്ചിട്ട് കൊടുത്തു. ജസ്റ്റ് ഒരു എസ്കേപ്പാണിത്. അതായത് ഒരു പക്ഷേ ആ പെൺകുട്ടി ഇതിൽ ഇന്നസെൻ്റ് ആയതുകൊണ്ടായിരിക്കാം പൈസ ഇട്ട് കൊടുത്തത്. പക്ഷേ ഇത് വളരെ വ്യാപകമായിട്ട് നടന്നിട്ടുള്ള ഒരു തട്ടിപ്പാണ് എന്നുള്ളതാണ്. ഇത്തരം തട്ടിപ്പുകളിൽ ഇതിലൊരു തേർഡ് പേഴ്സൺ ഇൻവോൾവ് ആയി എന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് പൈസ തിരിച്ചു കിട്ടിയത്. ഇനി പേടിച്ചിട്ട് ആ പെൺകുട്ടി ഇതിൻ്റെ ഭാഗമാണ്, പക്ഷേ പേടിച്ചിട്ട് പൈസ തിരിച്ചിട്ട് കൊടുത്താണോ എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ പൈസ ഒരു ദിവസമോ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൈസ തിരിച്ചു വന്നപ്പോൾ ആ പെൺകുട്ടി ജെനുവിനാണ് എന്നുള്ളൊരു തോന്നൽ. കാരണം ഇപ്പോൾ അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നൂലാമാലകൾ പലതരത്തിലാണ് തട്ടിപ്പുകാർ പണം പിരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്കിടയിൽ നിന്നുള്ളത്. അപ്പോൾ അത്തരം ഇതിൽ പെട്ടിട്ടുള്ള കുട്ടിയാണോ, അത് പേടിച്ചിട്ട് ചിലപ്പോൾ പൈസ തിരിച്ചിട്ട് കൊടുത്താണോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വ്യക്തതയില്ല. കാരണം പലപ്പോഴും തട്ടിപ്പുകാർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാതെ ഒരു അൺനോൺ പേഴ്സൻ്റെ പേരിലെങ്ങാനും ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അവർ പണം അവരുടെ കയ്യിലെത്തിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് ഒരു ഡയറക്റ്റ് ലിങ്ക് ഈ പറയുന്ന തട്ടിപ്പിനിരയായ വ്യക്തിയും തട്ടിപ്പ് നടത്തിയ ആളും തമ്മിൽ ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇത് പോകുക എന്നുള്ളതാണ്. സോ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഈ 4000 രൂപ തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ പൈസ പോയ വഴിക്ക് പോകും. പിന്നെ ഇതിപ്പോൾ 4000 ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇയാൾ ഇതിൻ്റെ പുറകെ കൂടിയത്. ഈ ഒരു ആൾ പുറകെ കൂടിയത് അതുകൊണ്ടായിരിക്കാം, തട്ടിപ്പിനിരയായ ആൾ. ചിലപ്പോൾ ഒരു 1500 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പുറകെ പോകില്ല, അത് പോയി. വേറെ ആരോടെങ്കിലും ഇത് പറയാൻ പറ്റുമോ? ഞാനൊരു 25,000 രൂപയ്ക്ക് iPhone 15, 17 Pro Maxും 15 Pro Max ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് എൻ്റെ ഒരു 4000 പോയി അല്ലെങ്കിൽ 1500 പോയി എന്ന് പറഞ്ഞ ആളുകൾ നാണക്കേട് വിചാരിക്കും. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചോദിക്കേണ്ടതാണ്. അതായത് അറിവില്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇതിന് തട്ടിപ്പിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. അത് ചെയ്യാതെ ഇത് പൈസ പോയതിന് ശേഷം പിന്നീട് നമ്മൾ മറ്റൊരാളുടെ പുറകെ നടക്കാൻ വേണ്ടി വിചാരിക്കില്ല. കാരണം നമ്മളൊക്കെ പൊതുവെ അഭിമാനികളായതുകൊണ്ട് തന്നെ നമ്മളിത് ആരോടും പറയില്ല. ആ പോയത് പോയി എന്ന് കരുതും. 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരും സൈബർ കേസ് ഫയൽ ചെയ്യാൻ സാധ്യതയില്ല. ചെയ്യുന്നവരുണ്ട്, ഈഗോ ഹട്ടാകുന്നവർ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ 10 രൂപയ്ക്ക് വേണ്ടിയിട്ടും പുറകെ നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ അടുത്ത് കണ്ടിരുന്നത് ഒരു 230 രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടൊരു ആൾ ചോദിച്ചിരിക്കുന്നത്. മീൻസ് അയാൾക്ക് അത് 230 രൂപ പോയി എന്നുള്ളതല്ല അയാളുടെ പ്രശ്നം, മറിച്ച് 230 രൂപയാണെങ്കിലും 23 രൂപയാണെങ്കിലും 2 രൂപയാണെന്നുണ്ടെങ്കിലും അത് എന്നെ പറ്റിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആ ഈഗോ ഹേർട്ടാവുന്ന ആളുകൾ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കും. അല്ലാത്തവരിത് മാനക്കേട് നാണക്കേട് എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വന്തം അഭിമാനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കില്ല. സോ സ്വാഭാവികമായിട്ടും ഈ സ്കാമറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ 1500 ടാർഗറ്റ് വെക്കുന്നുള്ളൂ. അയാൾ 25,000 കിട്ടിയാൽ അത്രയും സന്തോഷം. അതല്ല ഇനി 1500 അല്ലെങ്കിൽ 2000 എത്രയാണോ അഡ്വാൻസ് പേയ്മെൻറ്റ് വരുന്നത് അത് കിട്ടിയാൽ അത്രയും സന്തോഷം. നിങ്ങൾ അയാൾ ചോദിക്കുന്ന 4000 കൊടുക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പക്ഷേ അടുത്ത ഫിഗർ പറയും. അയാൾ ചിലപ്പോൾ 100 രൂപ കിട്ടിയാലും ഇതിൽ ഹാപ്പി ആയിരിക്കും. അയാളുടെ എഫേർട്ടിനുള്ളത് എന്നുള്ള നിലയ്ക്ക് അയാൾ ആ 100 രൂപ തട്ടിപ്പിൽ ഹാപ്പി ആയിരിക്കും. അവൻ ചിലപ്പോൾ ഇരിക്കുന്നത് 1000 ആൾക്കാരെ ഡെയിലി പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ 1000 എന്നല്ല, ചിലപ്പോൾ 100 ആളെ പറ്റിക്കാനായിരിക്കാം, 10 ആളെ പറ്റിക്കാനായിരിക്കും. ജസ്റ്റ് അസ്യൂം ചെയ്ത് നോക്കുക, 10 ആളെ 1500 വെച്ച് പറ്റിച്ചാൽ തന്നെ ഏകദേശം 15,000 രൂപ ഒരു ദിവസത്തെ വരുമാനമാണ്. പ്രത്യേകിച്ച് കാര്യമായ ചിലവുകളൊന്നും ഇല്ലാതെ ഈ പറയുന്ന OLXൽ ഒരു പ്രീമിയം ആഡ് ഇടാനുള്ള ചിലവ് മാത്രവും പിന്നെ ഈ സമയമാണ് അവർ ചിലവാക്കുന്നത്. അതിൽ നിന്ന് അവരുണ്ടാക്കുന്ന വരുമാനമാണ്. പലപ്പോഴും ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് കേവലം ഒരാളുടെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, മറിച്ച് ഇതൊരു ടീമായിട്ട് ചിലപ്പോൾ വല്ല കോർപ്പറേറ്റ് ഓഫീസൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടൊരു എന്താ പറയുക ബിസിനസ് ഔട്ട്സോഴ്സിങ് കമ്പനി വർക്ക് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ സിസ്റ്റങ്ങളൊക്കെ വെച്ചിട്ട് കമ്പനിക്ക് കറങ്ങുന്ന ചെയറൊക്കെ കൊടുത്തിട്ട് ആളുകളെ ഇരുത്തിയിട്ട് നടത്തുന്ന തട്ടിപ്പുകളാണ് കൂടുതലും ഇന്ന് ഇന്ത്യയിലുള്ളത്. പലതും ചിലതൊക്കെ ഇന്ത്യക്ക് പുറത്തായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ടുള്ള അലേർട്ടായിരിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, ഒരു വെർച്വൽ സാധനത്തിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആവട്ടെ OLX ആവട്ടെ, വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഈ സാധനത്തിന് പൊതുവേ മാർക്കറ്റിൽ എന്താണ് വില. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ളൊരു വില ഇട്ടാൽ അപ്പം തന്നെ ഉറപ്പിച്ചോളൂ അത് തട്ടിപ്പാണ്. 99.9% അത് തട്ടിപ്പാണ്. അല്ലേ പിന്നെ ഇത് OLXൽ ഇട്ട മനുഷ്യന് അത്ര അത്യാവശ്യം പൈസയ്ക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് അയാൾക്ക് ഈ നാട്ടിലൊരു 15 Pro Maxനോ 16 Pro Maxനോ ഒരു 80,000 രൂപ 16 Pro Maxന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 29,000 രൂപയ്ക്കോ 27,000 രൂപയ്ക്കോ കൊടുക്കേണ്ട ഗതികേടില്ലാതെ ഏത് മൊബൈൽ കടയിൽ കൊണ്ട് കൊടുത്താലും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തൊരു ഫോണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ പറഞ്ഞാൽ 50,000 രൂപ കിട്ടും. പിന്നെ എന്തിനാണ് ഇത് പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. കണ്ണടച്ച് ഒരു മൊബൈൽ കടക്കാരൻ 50,000 രൂപ കൊടുക്കും ഇന്ന് ആ ഒരു ഫോണിന്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മാർക്കറ്റിൽ എന്തായാലും നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റിൽ ഇതിന് എന്താണ് വില എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. 1-2 ആൾക്കാരോട് സംസാരിച്ചും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വില മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ടാണ് നിങ്ങൾ പല പ്ലാറ്റ്ഫോമുകളിൽ തിരയുന്നത് ഇത് എവിടെയാണ് അവൈലബിൾ എന്നുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു സ്ഥലത്ത് 30,000-നും 20,000-നും ഇത് കാണുന്ന സമയത്ത് അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. അത് കിട്ടില്ല, അങ്ങനെ ഒരു സാധനം കിട്ടില്ല. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഇഷ്ടിക കഷ്ണമോ മരക്കഷ്ണമോ അതല്ലെങ്കിൽ പ്ലേ സ്റ്റോർ തുറക്കാൻ പറ്റണ ആപ്പിളിൻ്റെ ഐഫോണോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആരും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കില്ല. മീൻസ് ഇത്തരത്തിലുള്ള സൗജന്യങ്ങളും ഡിസ്കൗണ്ടുകളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അത്തരം തട്ടിപ്പുകളെക്കുറിച്ച് അലേർട്ടായിരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.